രാധേശ്യാം രാധേശ്യാം രാധേശ്യാം. ആളുകളൊക്കെ ഇരുന്നു എങ്കിൽ നമുക്ക് പൂജ എന്ന് തോന്നാം. കുമാരി പൂജ എന്നുള്ളത് നമ്മൾ നേരത്തെ അനുസ്മരിച്ചു. നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതിൽ ഓരോ ദിവസം ഓരോ ദേവിമാരെ പൂജിക്കണം എന്നാണ്. 2 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള പെൺകുട്ടികളെ ഭഗവതിയുടെ ഓരോരോ ഭാവത്തിൽ ഓരോ ദിവസങ്ങളിൽ പൂജിക്കണം എന്നാണ് ദേവി ഭാഗവതം നമുക്ക് വിധി പറഞ്ഞിരുന്നത്. അതനുസരിച്ചിട്ടാണ് നമുക്ക് 50 കുട്ടികളെക്കാളും കൂടുതൽ കുട്ടികളുണ്ട് എന്നുള്ളതാണ്. അപ്പം എന്താ വെച്ചാൽ ഈ പൂജിക്കാനിരിക്കുന്ന ആൾക്കാരും എല്ലാവരും ഈ വാക്കുകൾ കുറച്ച് നേരം ശ്രദ്ധിക്കുക. അപ്പം അത് കഴിഞ്ഞിട്ടാണ് എന്താണ് ചെയ്യേണ്ടത്, എന്തിനാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊന്ന് പറഞ്ഞു തരാനാണ്. അതിനുശേഷം നമുക്ക് മറ്റു കാര്യങ്ങളാവാം. രാധേശ്യാം രാധേശ്യാം രാധേശ്യാം. പൂജ എന്നാൽ നാം ബഹുമാനിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ നാം നമ്മുടെ ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന അദ്ദേഹത്തിനെ സൽക്കരിച്ച് ഭക്ഷണാദികളൊക്കെ കൊടുത്ത് നമുക്ക് എന്ത് കാര്യമാണോ നേടേണ്ടത് അത് അദ്ദേഹത്തിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് നേടുക എന്നുള്ളതാണ് പൂജ. അപ്പോൾ പൂജയ്ക്ക് മുമ്പായിട്ട് ദേഹശുദ്ധി മുതലായിട്ടുള്ള ഓരോരോ പ്രവൃത്തിയൊക്കെ ചെയ്ത് നാം ആവാഹിക്കാൻ ഉദ്ദേശിക്കുന്ന മൂർത്തി, ആ മൂർത്തിക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം തയ്യാറാക്കി വെക്കണം. ആ മൂർത്തി വന്നാൽ നമ്മൾ കയ്യും കാലും കഴുകി സ്വീകരിക്കുക. യാത്രാക്ഷീണം അകറ്റിയാൽ കുളിക്കാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുക. അതൊക്കെയാണ് പൂജയിൽ. ചില ദിവസങ്ങളിലെ ക്ഷേത്രങ്ങളിലെ കലശാഭിഷേകം പൂജയിലിടയ്ക്ക് അത് സ്നാനം എന്നുള്ളതാണ്. അതിനുശേഷം ചന്ദനം, പൂവ്, മാല ഇതുകൊണ്ടൊക്കെ അലങ്കരിക്കുക. ഭഗവതിയാകുമ്പോൾ കുങ്കുമം കൊണ്ട് അലങ്കരിക്കുന്നത് വളരെ വിശേഷമാണ്. അങ്ങനെ അലങ്കൃതരാക്കിയിട്ട് അതിനുശേഷം ഭക്ഷണം എന്നുള്ളത് നൽകുക. ആ സമയത്ത് പൂജിച്ചിട്ട് വേണം ഭക്ഷണം നൽകാനായിട്ട്. ഭക്ഷണം നൽകി അതിനുശേഷം ക്ഷേത്രത്തിൽ നിവേദ്യം കഴിഞ്ഞാൽ പ്രസന്ന പൂജ. ആ സമയത്താണ് വിശേഷ നിവേദ്യങ്ങൾ, ഫ്രൂട്ട്സൊക്കെ കൊടുക്കേണ്ടത്. അത് കൊടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക. ഇതിലാണ് ഒരു പൂജകൾ. ആ പൂജയുടെ ചുരുക്കരൂപമായിട്ടാണ് നമ്മളിവിടെ കുമാരി പൂജ എന്നുള്ളത് ചെയ്യുന്നത്. അപ്പോൾ 9 ഭാവങ്ങളുണ്ട് ഭഗവതിക്ക്. ആ ഓരോരോ ഭാവങ്ങളിലുള്ള ഭഗവതിമാരുടെ പേര് എന്താണ്, ആ ഭഗവതിയെ പൂജിച്ചാൽ എന്താണ് ഫലം എന്നുള്ള ശ്ലോകങ്ങൾ, അതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാം. ശ്രദ്ധാപൂർവ്വം. കാരണം അത്രയും നിസ്സാരം നമുക്ക് ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ്, എത്രയുള്ളൂ തോന്നും. പക്ഷേ ഇതിൻ്റെ മഹിമ എത്രയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതിൻ്റെ മഹിമയെ നാം പൂർണ്ണമായി ഉൾക്കൊള്ളണം. അത് വേണമെങ്കിൽ ആദ്യം നടു നിവർന്നിരിക്കണം. അപ്പോൾ ഈ ശ്രദ്ധ എന്നുള്ളതാണ്. അപ്പോൾ ഓരോരോ ദേവിമാരുടെയും പേരുകളും അതുപോലെ അവരെ പൂജിച്ചാലുള്ള ഫലങ്ങളും. കുമാരി എന്നാണ് 2 വയസ്സുള്ള കുട്ടിയെ കുമാരി എന്ന ഭാവത്തിലാണ് നമ്മൾ പൂജിക്കേണ്ടത്. കുമാരി എന്ന ഭാവത്തിൽ ആ ഭഗവതിയെ പൂജിച്ചാൽ ദുഃഖദാരിദ്ര്യനാശനം, ശത്രുക്ഷയം, ധനായുഷ്യം, ബലവൃദ്ധി ഇതൊക്കെയാണ് ഇതിൻ്റെ ഫലം. ദുഃഖം, ദാരിദ്ര്യം ഇതൊക്കെ ഇല്ലാതെയാവുക. നമ്മളോട് ആർക്കെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ, നമുക്ക് ആരോടെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ ആ ശത്രുത എന്നുള്ള മനോഭാവം പൂർണ്ണമായും ഇല്ലാതെയാവുക. ധനം ഉണ്ടാവുക, ആയുർവർദ്ധനവ്, ബലം, ഇങ്ങനെയുള്ള ഓരോരോ
ഫലങ്ങളാണ് ഈ കുമാരി എന്ന ഭാവത്തിലുള്ള ഭഗവതിയെ പൂജിച്ചാൽ നമുക്ക് നേടാനാകുക. 3 വയസ്സുള്ള പെൺകുട്ടിയെ ത്രിമൂർത്തി എന്ന പേരിലാണ് പൂജിക്കുന്നത്. ആ ത്രിമൂർത്തിയെ പൂജിച്ചാൽ ധർമ്മം, അർത്ഥം, കാമം എന്നുള്ള 3 പുരുഷാർത്ഥങ്ങളെയും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നതാണ്. ധന, ധാന്യ, ആഗമശ്ചൈവ, പുത്ര, പൗത്രാദി വൃദ്ധയ. ധനം, ധാന്യം, ആഗമം. ആഗമം എന്ന് വെച്ചാൽ വേദം എന്നർത്ഥം. അപ്പോൾ വേണ്ടതായിട്ടുള്ള അറിവ്, പുത്ര, പൗത്രാദി, അഭിവൃദ്ധി മുതലായിട്ടുള്ളതൊക്കെ ത്രിമൂർത്തി എന്ന ആ ദേവിയിൽ നിന്ന് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. 4 വയസ്സുള്ള കുട്ടിയെ കല്യാണി എന്ന പേരിലാണ്